ലൈംഗിക പീഡന കേസിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ വാദം അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്ന് രാഹുലും പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടിരുന്നു. കൃത്യമായ തെളിവുകൾ നിരത്തിയിട്ടുണ്ട് SIT. അതുകൊണ്ട് തന്നെ രാഹുലിന് വളരെ നിർണായകമാണ് ഇന്നത്തെ ദിവസം. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഈ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ തെളിവുകൾ, വാട്സാപ്പ് ചാറ്റുകൾ, ശബ്ദ സന്ദേശങ്ങൾ, അങ്ങനെ നിരവധി തെളിവുകൾ SITയുടെ പക്കലുണ്ട്. അതുപോലെ തന്നെ പല രേഖകളും രാഹുലും കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയോ? ലൈംഗിക പീഡന കേസിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ കോടതിയിലെത്തിയിരിക്കുന്നു. വാദം തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു പരാതിക്കാരി രംഗത്തെത്തിയത്. അതിഗുരുതരമായ പരാതി തന്നെയായിരുന്നു ഇന്നലത്തെ ആ ഒരു പരാതിയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഈ ജാമ്യാപേക്ഷയിൽ വാദം തുടങ്ങിയോ? ജാമ്യാപേക്ഷയിൽ വാദം ആരംഭിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കോടതി ചേർന്ന് അതിനുശേഷം വാദത്തിനായി മാറ്റിവെക്കുകയാണ്. വ്യക്തമായ വാദത്തിലേക്ക് പോകും. എന്തായാലും ഗുരുതരമായ കണ്ടെത്തലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ബലാത്സംഗം നടന്നിട്ടുണ്ട്, ഗർഭചിത്രത്തിന് തെളിവുണ്ട് എന്നുള്ള ഒരു കാര്യം അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ നിർണായകമായ റിപ്പോർട്ട് എന്നുള്ളത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘം കളക്ട് ചെയ്തിരുന്നു. അതിനുശേഷമാണ് കോടതിയിലേക്ക് വാദത്തിനായി വരുമ്പോൾ ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ പ്രധാന കാര്യങ്ങൾ ഈ അന്വേഷണ സംഘവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമാകുമെന്ന് പറയുന്നത് ഈ അബോർഷൻ നിർബന്ധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒരു വനിതയുടെ ജീവൻ പോലും അപകടകരമായ രീതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിർബന്ധിതമായ അബോർഷൻ സ്വീകരിച്ചത് എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ നിർദ്ദേശം. അങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ കണ്ടന്റായിട്ട് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി കോടതി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്ത് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ഈ സിജോ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസം മുമ്പ് രാഹുൽ മുദ്രവെച്ച കവറിൽ പല രേഖകളും കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഈ വിഷയത്തിൽ ഇത് എന്ത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്? ഈ വാട്സാപ്പ് ചാറ്റുകളും മറ്റും തന്നെയാണോ അതും? രാഹുൽ മുദ്രവെച്ച കവറിൽ 2 തവണകളായിട്ടാണ് തെളിവുകൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അതിജീവിതയുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ വിവാഹത്തിന് ശേഷം 4 ദിവസം മാത്രമാണ് ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത്. 1 മാസത്തിന് ശേഷം ഭർത്താവുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നെ അയാളുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് രാഹുൽ ഈശ്വരുമായി പരിചയപ്പെടുകയും ചെയ്തിരിക്കുന്നത്. തൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടാണ് രാഹുൽ അത്തരത്തിൽ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോയത് എന്നുള്ളതാണ് പറയുന്നത്. അത് തെറ്റാണെന്നുള്ളൊരു കാര്യമാണ് രാഹുൽ ഉന്നയിക്കുന്നത്. കാരണം ഈ പറയുന്ന ബലാത്സംഗം നടന്നുവെന്ന് പറയപ്പെടുന്ന തീയതികളിൽ ഈ സ്ത്രീ അവരുടെ ഭർത്താവുമായി ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഓഡിയോയിലൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നത് നിർബന്ധപൂർവ്വം അബോർഷന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. രാഹുൽ ഈശ്വരാണ് ഈ രാഹുൽ മാങ്കൂട്ടമാണ് ഈ യുവതിയോട് അബോർഷൻ ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നത്. അങ്ങനെ ചെയ്തില്ല എന്നെങ്കിൽ നിന്നെ കൊന്നു കളയുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് വാസ്തവവിരുദ്ധമായ കാര്യമാണ്. ഈ യുവതി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ ഗുളിക എത്തിച്ചു നൽകിയത്. അത് ആരുടെ തരത്തിലുള്ള നിർബന്ധിത അബോർഷനമല്ല നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് രാഹുൽ ഈ വാദത്തിൽ പ്രധാനമായി ഉന്നയിക്കുകയും ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഓഡിയോ സന്ദേശങ്ങൾ, തെളിവുകൾ, അതോടൊപ്പം തന്നെ ചില ചിത്രങ്ങൾ ഉൾപ്പെടെ രാഹുൽ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും.